ഹലോ ഗായ്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഒരു ദിവസ വിശേഷങ്ങളിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ മണ്ണുത്തിയിൽ നിന്ന് കൊണ്ടുവന്ന് കുഴിച്ചിട്ടുണ്ടായിരുന്ന മുളകും തൈയാണ് കേട്ടോ കാണുന്നത്. എൻ്റെ വിവരദോഷം കൊണ്ട് ഞാനതെല്ലാം കൂടി ഒരുമിച്ച് കുത്തിയിട്ടു. അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി ഇങ്ങനെയല്ല കുഴിച്ചിടാന്ന് പറഞ്ഞിട്ട്. നമ്മളത് തിരുത്തണമല്ലോ. അപ്പോൾ നമ്മളത് മാറ്റി മാറ്റി കുഴിച്ചിട്ടായിരുന്നു. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അതെങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ റംബൂട്ടാൻ്റെ ചെടി നിൽക്കുന്നുണ്ട്. കുറച്ച് വലുതായിട്ടുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് കറിയിലൊക്കെ ഇടാൻ പറ്റുന്നൊരു സൈസ് ഇലയുണ്ട് കേട്ടോ, അതും ഉണ്ടായിട്ടുണ്ട്. പിന്നെ പറമ്പിലൊക്കെ ആകെ കാട് പിടിച്ചിട്ടാണ്. ഈ മഴയൊക്കെ പെയ്തതിന് ശേഷം കാട് പിടിച്ചിട്ടുണ്ട് നല്ലോണം. ഇനി പുല്ല് വെട്ടുന്ന ഒരാളെയൊക്കെ വിളിച്ച് കൊണ്ടുവന്ന് പുല്ല് വെട്ടിച്ചാലേ ഇത് ക്ലിയർ ആവുള്ളൂ. വീട്ടിൽ ഇതൊക്കെ ചെയ്തിരുന്നത് അമ്മ തന്നെയാണ് കേട്ടോ. അപ്പോൾ അമ്മ ജോലിക്കൊക്കെ പോകുന്ന കാരണം കൊണ്ടും പിന്നെ പണ്ടത്തെ പോലെ അങ്ങനെ ഒരുപാട് നേരം പറമ്പിൽ വന്നിട്ട് അങ്ങനൊന്നും പണിയെടുക്കാനൊന്നും അമ്മയെ കൊണ്ട് വയ്യപ്പോൾ. അപ്പോൾ അത് കാരണം നമ്മൾ ഒരാളെ വെക്കുക ചെയ്യാറ്. പുല്ല് വെട്ടുന്ന ഒരാൾ വരാറുണ്ട്. അപ്പോൾ ആളെ കൊണ്ട് പുല്ല് വെട്ടിക്ക് തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ അമ്മ ലീവുള്ളൊരു ദിവസമാണ് കേട്ടോ. അമ്മയുടെ ബർത്ത്ഡേയുടെ പിറ്റേ ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. നമ്മൾ വേസ്റ്റ് വെള്ളം പറമ്പിലേക്ക് ഒഴിക്കാൻ വേണ്ടി, തെങ്ങിൻ്റെ ഇടയ്ക്കൽ ഒഴിക്കാൻ വേണ്ടി പോണതാണ്. അപ്പോൾ അമ്മയുടെ ബർത്ത്ഡേക്ക് തന്നിട്ടുണ്ടായിരുന്നു, സാമ്പാർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വെറുതെ നാശമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചോറ് വെക്കുന്നുണ്ടായിരുന്നു, കുറച്ച് വെള്ളച്ചോറും ഉണ്ടായിരുന്നു. അപ്പോൾ അത് അതിൻ്റെ കൂടെ ഇട്ട് തിളപ്പിച്ച് വിട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ പണികളും കാര്യങ്ങളൊക്കെ രാവിലത്തെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് അലക്കാനുണ്ടായിരുന്നു, എനിക്ക് പുതപ്പൊക്കെ നനയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം കുറച്ച് സോപ്പും പൊടിയിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേനും അത് ചെളിയൊക്കെ ഇളകി കിട്ടിയാൽ അലക്കാൻ സുഖമാവുമല്ലോ എന്ന് വിചാരിച്ച് അത് സോപ്പും പൊടിയിൽ ഇട്ട് വെക്കണ പരിപാടിയാണ്. അത് കഴിഞ്ഞ് കുറച്ച് അലക്കാനുണ്ടായിരുന്നു, കയ്യോടനെ അതും അലക്കും ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ അതാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. പിന്നെ എൻ്റെ ട്രൈപ്പോഡും കാര്യങ്ങളൊക്കെ നാശമായ കാരണം കൊണ്ട് ഫോണ് കൈ പിടിച്ച് കൊണ്ടുവരുന്ന വീഡിയോ എടുക്കേണ്ട ഒരവസ്ഥയാണ്. ട്രൈപ്പോഡ് 2 ഉണ്ടായിരുന്നു. 2 ഓൺലൈനിൽ നിന്ന് വരുത്തിയതായിരുന്നു കേട്ടോ. അത് 2 നാശമായി പോയി. നല്ലത് ഒരെണ്ണം കടയിൽ പോയിട്ട് ഡയറക്റ്റ് പോയിട്ട് മേടിക്കുന്ന വേണം. ഒരെണ്ണം മേടിച്ചു, പക്ഷെ അത് സെൽഫി സ്റ്റിക്ക് പോലത്തെ ഒരു ഇതായിരുന്നു. അത് ഫോൺ നമുക്ക് എവിടെ കൊണ്ടുപോയി വെക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഫോൺ കൈ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ നമുക്ക് വീഡിയോ എടുത്ത് തരാൻ ഒരാൾ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് കൊണ്ട് നടക്കുന്ന ഒരു സംഭവം കൂടിയാണ്. പിന്നെ എല്ലാവരും പോലെ നമുക്ക് വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഉപകാരമാവുമല്ലോ എന്നുള്ള സാധനം, അങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വലിയ ശമ്പളമുള്ള ജോലിക്കൊന്നും അല്ലല്ലോ നമ്മൾ പോകുന്നത്. അപ്പം നമുക്ക് സംഭവം കിട്ടി ക്ലിക്ക് ആവുകയാണെങ്കിൽ നല്ലൊരു കാര്യം തന്നെയല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മുടെ പാത്ര സ്റ്റാൻഡ്, ഇത് ഞാൻ വീട് ഇവിടെ വന്ന് താമസിക്കുന്ന സമയത്ത് വാങ്ങിച്ചൊരു പാത്ര സ്റ്റാൻഡാണ്. അപ്പോൾ അതിൽ ഒരുപാട് പാത്രങ്ങളെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി തന്നെ കുറേ പാത്രങ്ങളൊക്കെ മേടിക്കും. പാത്ര സ്റ്റാൻഡിന് വെക്കാൻ സ്ഥലമില്ലാതെ വേറൊരു പാത്ര സ്റ്റാൻഡ് കൂടി നമുക്ക് അത്യാവശ്യമായിട്ട് മേടിക്കണമായിരുന്നു. ഞാൻ ഈ പാത്രങ്ങൾ ആ ബേസിനിൽ ഇങ്ങനെ ഇട്ട് വെക്കുകയാണ് ചെയ്യുക. അത് നമ്മൾ ഉപയോഗത്തിന് വെള്ളം എടുക്കുന്ന ബക്കറ്റാണ് കേട്ടോ. ആ ബക്കറ്റിൻ്റെ മുകളിൽ അങ്ങനെ കയറ്റി വെക്കും. അപ്പോൾ ഒരു പാത്ര സ്റ്റാൻഡ് കൂടി മേടിച്ച് കഴിഞ്ഞാൽ നല്ലതാണെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ വൈകിട്ട് വരുമ്പോൾ അത് മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവിടെ കുറച്ച് പുല്ല് പറിക്കാം എന്നുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ഒരുപാട് നേരം ഒന്നും എനിക്കങ്ങനെ നിന്നിട്ട് മുറ്റത്തൊക്കെ പുല്ല് വന്നിട്ടുണ്ട്. കുറച്ച് നേരം നിന്നിട്ട് കൈക്കോട്ടെടുത്ത് കളയ്ക്കുമ്പോഴത്തേനും ഡിസ്കിൻ്റെ വേദന ഭയങ്കരമായിട്ട് വരും. പിന്നെ അന്നത്തെ ദിവസം നടക്കാനും കാലുവേദനയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ, വേറെ ഓപ്ഷനൊന്നും ഇല്ല. അപ്പോൾ അത് ചെയ്യാം, രാവിലെ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ ചെറിയ തൂമ്പോണ്ട കളിച്ചായിരുന്നു. അപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് കൈക്കോട്ട് മേടിച്ച് വന്നിട്ട് കളച്ചതാണ്. പക്ഷെ അമ്മയുടെ കൈക്കോട്ട് ഭയങ്കര വെയിറ്റ് ആയിരുന്നു. അപ്പം ഞാൻ കളച്ചിട്ടത് കണ്ടിട്ട് അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. എന്നിട്ട് അവരെന്നോട് ചോദിക്കുകയും ചെയ്തു, നീ ഈ പുല്ല് ചെത്തണതിന് നീ എന്തിനാണ് ഇങ്ങനെ കളച്ച് മണ്ണാക്കി ഇട്ടേക്കണേന്ന്. കാരണം അതുകൊണ്ട് എനിക്ക് എങ്ങനെയൊക്കെ കളച്ചിട്ട് എനിക്ക് ശരിയാവണുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് തണ്ടൽ വേദനയ്ക്കൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ ഒരു സൈഡ് വൃത്തിയാക്കി നടുമുറ്റം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഞാൻ കളച്ച് ഇങ്ങനെ ആക്കിയിട്ടത്. അപ്പോൾ അമ്മ വന്നിട്ട് ബാക്കിയുള്ളത് കുറച്ച് ഹെൽപ്പ് ചെയ്തു. പിന്നെ കുറച്ച് അപ്പുറത്ത് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ അവിടെ നെടുമ്പര വെച്ചിട്ടാനുള്ളൊരു പരിപാടിയിലാണ്. അമ്മയുടെ വീട് പൊളിച്ച് പണിയാറായിട്ടുണ്ട്. കഴുക്കോലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സ് ചെയ്യാന്നുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അമ്മ അതിന് വേണ്ടി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇതൊക്കെ കംപ്ലീറ്റ് വൃത്തിയാക്കിയിട്ട് എല്ലാ സൈഡും വൃത്തിയാക്കി. അമ്മ അങ്ങനെ എവിടേക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അങ്ങനെ പോയി. ഞാൻ ബാക്കിയുള്ള സംഭവമൊക്കെ വൃത്തിയാക്കി വന്നു. അപ്പോൾ ഞാൻ അത് മൊത്തത്തിലൊന്ന് വീഡിയോ എടുത്തതാണ്. ഏകദേശം ഒരുവിധമൊക്കെ വൃത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഓണമൊക്കെ അല്ലേ വരുന്നത്. സംഭവം പൂക്കളിടുക അങ്ങനത്തെ സംഭവമൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മുടെ വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയായി കിടക്കണത് നല്ലതല്ലേ.
നമുക്ക് തന്നെ വല്ല ഇഴജന്തുക്കളൊക്കെ അരിച്ചു കയറി വന്നു കഴിഞ്ഞാലും പ്രശ്നമല്ലേ. പിന്നെ മാത്രമല്ല വീടിൻ്റെ പരിസരങ്ങളൊക്കെ അങ്ങനെ വൃത്തികേടായി കിടക്കുന്നത് മറ്റുള്ളവർ കാണുമ്പോഴും ഒരു മോശം. നമുക്ക് വൈക്കില്ലേ ആരോഗ്യത്തോടെയാണ് ഇരിക്കുന്നത് എന്നൊന്നും മറ്റുള്ളവർക്ക് അറിയേണ്ട ആവശ്യമില്ല. അവർ വിചാരിക്കും ആ പെണ്ണിൻ്റെ വീടും പരിസരമൊക്കെ കിടക്കണ കണ്ടാ അതാണ് നമ്മുടെ നാട്ടിൻപുറത്തെ ആൾക്കാരുടെ ഒരു സംഭവം. പിന്നെ നമുക്കൊരാളെ വെച്ച് കൂലിക്ക് പണിയിപ്പിക്കാനുള്ള ഒരു സാമ്പത്തികമൊന്നും ഇല്ല. അപ്പം ഞാൻ വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടു അങ്ങനെ ജോലിക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പം എൻ്റെ അനിയത്തി അവിടെ ഭയങ്കര തിരക്കിട്ട പണിയിൽ അലക്കലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവൾ കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോകുന്നുണ്ട്. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് അവള്. അപ്പോൾ അമ്മയുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് നെടുമ്പര വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താ ഈ പണി എന്നുള്ളത് നോക്കാൻ വേണ്ടി ഞാൻ പോയതാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ തന്നെയാണ് ആളത് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മ പുറത്തേക്ക് പോയിക്കായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ മുറിച്ച ഒരു മരം ഉണ്ടായിരുന്നു, ഒരു പൊടിയനി മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കാലാക്കിയിട്ട് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അമ്മ ഇവിടെ നിന്നൊക്കെയോ കഴുങ്കൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചേട്ടൻ അതൊക്കെ അവിടെ നല്ല വൃത്തിയിൽ കെട്ടി സെറ്റാക്കുന്നുണ്ട്. നമ്മൾ വീട് പൊളിക്കാറാകുമ്പോഴത്തേനും നെടുമ്പര വെച്ചിട്ട് അതിൻ്റെ നിലവും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കണമല്ലോ. അങ്ങനെ ഞാൻ എന്താ ഇവിടെ ക്ലാസ്സിൽ വന്നു. അപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ല ക്ലാസ്സിൽ വന്ന സമയത്ത്. അപ്പോൾ ആകെ ചൂടെടുത്തിട്ട് അവിടെ ഇരിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോഴത്തേനും ശങ്കരേട്ടൻ വന്നു. ശങ്കരേട്ടൻ്റെ കുറച്ച് ഡയലോഗും കാര്യങ്ങളൊക്കെ ഇനി കേൾക്കാൻ പറ്റൂട്ടോ നമുക്ക്. ഹലോ ഗൈസ്, ഞങ്ങൾ പെരുമ്പിലാവിക്ക് പോവാണ്. പെരുമ്പിലാവിക്ക് പോയിട്ട് ഞങ്ങൾ വേഗം വരും. പിന്നെ ഒരു പാത്ര സ്റ്റാൻഡ് ഒക്കെ വാങ്ങാനുണ്ട്. എല്ലാവർക്കും തൃശ്ശൂർക്കാരി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ആളെന്നെ ട്രോൾ ചെയ്താണോ അതോ പുകഴ്ത്തിയതാണോ എന്നൊന്നും പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അവസ്ഥയുള്ള ഒരു ഡയലോഗ് അടിച്ചിട്ടാണ് ആൾ പോയത്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ആളിത്ര കഷ്ടപ്പെട്ട് പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ വോയിസ് കട്ട് ചെയ്യാതെ അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് പോവാണ്, ഇവിടെ പെരുമ്പിലാവിലേക്ക് പോവാണ് കേട്ടോ. പെരുമ്പിലാവ് അക്കിക്കാവ് ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്ക് പോവാണ്. ശങ്കരേട്ടൻ ഒരു ബാഗ് തയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ മെറ്റീരിയൽ എടുത്തിട്ട് അവിടെ നിന്ന് തന്നെ തയ്ക്കാൻ കൊടുത്തതാണ്. ആൾക്ക് തെങ്ങ് കയറ്റത്തിനൊക്കെ പോകുമ്പോൾ വെട്ടുകത്തിയും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മേടിക്കാതെ എന്താ പറയുക, നമ്മൾ പറഞ്ഞുണ്ടാക്കിക്കുക എന്നൊക്കെ പറയില്ലേ, അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് വർഷത്തെ പരിചയമൊക്കെ ഉണ്ട് അവിടുത്തെ ചേട്ടനായിട്ട്. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ക്യാമറ ഒക്കെ ഓണാക്കി വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവർ ഇനിയിപ്പോൾ എന്താണാവോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവട്ടെ. ഞാൻ അങ്ങനെ യൂട്യൂബ് ചാനൽ ഉണ്ടെന്നോ അതിലേക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണെന്നോ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഞാൻ ചുമ്മാ അങ്ങനെ വീഡിയോ എടുക്കുന്ന പോലെ എടുത്ത് അവർ ആ ഇക്കാൻ്റെ മോനൊക്കെ അവിടെ ഇരുന്നിട്ട് നോക്കണുണ്ടായിരുന്നു. ഇതിപ്പോൾ എന്താണാവോ, എന്ത് പുലിവാലാണാവോ എന്നൊക്കെ. അങ്ങനെ ആൾ ബാഗ് തയ്ച്ചതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2-3 വള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആൾക്ക് ആ വള്ളി കംഫർട്ടല്ല എന്ന് തോന്നുന്നു. ആൾ അത് വീണ്ടും വീണ്ടും നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ വള്ളി നീളം കൂടി പോയില്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന്. അപ്പോൾ ഒരു സാധനം ഫുള്ളായിട്ട് അങ്ങോട്ട് കംഫർട്ടാവാൻ എളുപ്പമില്ലാത്തൊരു മനുഷ്യനാണ് ശങ്കരേട്ടൻ. അപ്പോൾ അത് കാരണം കൊണ്ട് അത് നമുക്കിപ്പോൾ ഇടപഴകിയിടത്തോളം നമുക്ക് അറിയാവുന്ന കാരണം കൊണ്ട് സംഭവം മനസ്സിലായി. അപ്പോൾ ബാഗ് എൻ്റെ കയ്യിൽ തന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരുകയാണ്. അപ്പോൾ നമുക്കിനി പാത്ര സ്റ്റാൻഡ് മേടിക്കണം. ഇവിടെ കുറേ കോളേജും ഇതൊക്കെ ഉണ്ട് കേട്ടോ, അക്കിക്കാവ് പെരുമ്പിലാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഞാനിപ്പോൾ ഈ ബാഗ് മേടിക്കാൻ വന്നിട്ടാണ് ഇപ്പോൾ ഈ സ്ഥലം കണ്ടത്. അത് മുന്നേ ഒന്നും ഇപ്പോൾ നമ്മൾ ഈ വസ്തിക്ക് വരേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത്യാവശ്യം ഒരു കോളേജും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ ക്ലാസ്സിലെത്തി പാത്ര സ്റ്റാൻഡൊക്കെ വാങ്ങിച്ചു, ക്ലാസ്സിൽ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബാഗ് ആൾക്ക് അത്ര കംഫർട്ടല്ല എന്നുള്ളൊരു സംഭവം. അപ്പോൾ ആൾ അതിൻ്റെ വള്ളി നീളം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താഴത്ത് ഇതേ കറണ്ടിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഒരു ചേട്ടനടുത്ത് ചോദിച്ചു, ചേട്ടാ കറണ്ട് വരുമെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഇപ്പോൾ വരുമെന്ന്. പക്ഷേ അന്ന് വൈകുന്നേരം 5 മണിക്കാണ് കറണ്ട് വന്നത്. ആ ചേട്ടനും എന്നെ കളിയാക്കാൻ വേണ്ടി ചുമ്മാ പറഞ്ഞാൽ തോന്നുന്നു. അപ്പം ഞാൻ ലൈറ്റൊക്കെ ഇട്ട് വെച്ചു, ലൈറ്റ് ഫാനൊക്കെ ഇട്ട് വെച്ചു. കറണ്ട് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് തയ്ച്ചു കൊണ്ടുവന്ന ബാഗ് വീണ്ടും തുന്നാനിട്ട ഒരാൾ, അതിൻ്റെ വള്ളി നീളം കൂടിയെന്ന് പറഞ്ഞിട്ട്. ഹലോ മാൻ, എന്താ വല്ലൊരു നഷ്ടം പറ്റിയ? അതിനെന്തോ നഷ്ടം പറ്റിയ പോലെ ഇരിക്കണ്ടല്ലോ. ബാഗ് സൂപ്പറല്ലേ? ആളുടെ പണി സാധനങ്ങളൊക്കെ ഇതൊക്കെ എൻ്റെ പണി സാധനങ്ങളാ രാജാവേ. പണി സാധനങ്ങളൊക്കെ കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ, അടിപൊളി. ഇതിനെന്താ പറയാ, ഇതിന് അരിവാൾ എന്നാ പറയാ, വെട്ടുകത്തി അല്ലേ ഇത്? അരിവാളിൻ്റെ രൂപം പോലെ ഇരിക്കണം, പക്ഷെ ഇത് വെട്ടുകത്തിയാണ് കേട്ടോ, തെങ്ങേറ്റ വെട്ടുകത്തിയാണത്. അങ്ങനെ ആളത് തുന്നി റെഡിയാക്കിയിട്ട് അടങ്ങുള്ളൂ എന്നുള്ള വാശിയിലായിരുന്നു.
ആളത് കംപ്ലീറ്റ് ചെയ്യും ചെയ്തു കേട്ടോ. തുന്നി ആൾക്ക് പാകത്തിനുള്ളതാക്കി. അങ്ങനെ കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ക്ലാസ് തുടങ്ങാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ വന്നു കഴിഞ്ഞാൽ ചായ മേടിക്കാറുണ്ട്. അപ്പോൾ എനിക്കൊരു ചായ, ഒരു ഗ്ലാസ് ചായ എനിക്കും മേടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ചായ മേടിച്ചുകൊണ്ട് താഴത്തേക്ക് നോക്കിയപ്പോൾ അവിടെ 2 പട്ടിക്കുട്ടികളുണ്ട് കേട്ടോ. അവരവിടെ ഇങ്ങനെ കളിച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ അവരെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ക്ലാസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരത്തെ പോകണം. വൈകിട്ട് മീനൊക്കെ മേടിക്കാനുണ്ട്. അപ്പം ഞാൻ ടീച്ചറോടും ശങ്കരേട്ടനോടും പറഞ്ഞിട്ട് ക്ലാസ്സിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. അങ്ങനെ ഞാൻ മീൻ വാങ്ങിക്കാൻ വന്നേക്കാണ് കേട്ടോ. ഈ മീൻ വിൽക്കുന്ന സ്ഥലം കരിയന്നൂരാണ്. അപ്പം ഞാൻ കുറച്ചിടെയായിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് മീൻ വാങ്ങിക്കുന്നത്. ഇവിടെ വന്നാൽ നല്ല മീൻ കിട്ടാറുണ്ട്. പിന്നെ ഇവർ മീൻ നന്നാക്കി തരും. ഒരുവിധമുള്ള മീനുകളൊക്കെ നന്നാക്കിയിട്ട് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. മാന്തൾ, പിന്നെ ചെമ്മീൻ, ഇതൊഴികെ ബാക്കി എല്ലാ മീനും നന്നാക്കി കൊടുക്കുന്നതാണ് ആ ചേട്ടൻ പറഞ്ഞത്. അപ്പം ഞാൻ വാങ്ങിച്ചത് ചാളയായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നു. അപ്പോൾ നമുക്ക് ചാള വറുക്കാനുണ്ട്, പാത്ര സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ 2 ടാസ്ക് ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു നേരമായിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിലെത്തുമ്പോൾ. അങ്ങനെ ചാള ഒരു നന്നാക്കി തന്ന കാരണം കൊണ്ട് നമുക്ക് കഴുകി വരഞ്ഞിട്ട് വറുക്കുക വേണ്ടിയിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് വലിയ ചാളയായ കാരണം അതിൻ്റെ പരിഞ്ഞിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പരിഞ്ഞിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് വറുക്കാൻ വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ മൽപ്പിടുത്തത്തിനൊടുവിൽ പാത്ര സ്റ്റാൻഡ് ഫിറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ പഴയ പാത്ര സ്റ്റാൻഡിൻ്റെ മുകളിൽ ഇതുപോലെ ടീസ്പൂണും കയ്യിലൊന്നും തൂക്കിയിടാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ മേടിച്ചതിൻ്റെ മുകളിൽ അതിനുള്ളൊക്കെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കുറേ പാത്രങ്ങൾ കഴുകിയിട്ട് അതിൻ്റെ മുകളിൽ അങ്ങനെ കവുത്തി വെച്ചു. അങ്ങനെ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ചാള വറുത്തതുണ്ട്. പിന്നെ അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന സാമ്പാർ ചൂടാക്കിയത് അതുണ്ട്. വൈകുന്നേരത്തേക്ക് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കിഷ്ടപ്പെട്ട പരിഞ്ഞലും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ചു. ഇനി സമാധാനമായിട്ടൊരു സുഖനിദ്ര. അങ്ങനെ എൻ്റെ ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഗായ്സ്.